ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ബ്രൗണി റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പവുമാണ്. ഒരു അവൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി, ബേസിക് ആയിട്ടുള്ളൊരു ബ്രൗണി റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രൗണി, കേക്ക് മുതലായവ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെഷർമെൻറ്റാണ്. മെഷർമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ഹാർഡാവും, അല്ലെങ്കിൽ അത് എന്താ പറയുക, വളരെ സോഫ്റ്റായിട്ട് വേകാതെ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിപ്പോൾ ഇവിടെ ഞാൻ ബ്രൗണി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടൊരു 5 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. കൊക്കോ പൗഡർ വേണം, മുട്ട വേണം, ബട്ടർ വേണം, പിന്നെ അതുകൂടാതെ മൈദ ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. മൈദമാവുണ്ട്, പിന്നെ ഷുഗറുണ്ട്. അപ്പം മെയിനല്ല, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ, അതായത് ഇതിൻ്റെ 5 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിന്ന് ഈ ബ്രൗണി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ നമുക്ക് ബട്ടർ എത്രയാണെന്ന് നോക്കാം. ബട്ടർ ഒരു 140 ഗ്രാം അൺസ്വീറ്റൻഡ് ബട്ടർ. അത് നമുക്ക് ഏത് കടകളിലും ഏത് സൂപ്പർ മാർക്കറ്റിലും ചെറിയ മാർക്കറ്റൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്കവിടെ കിട്ടുന്നതേ ഉള്ളൂ. ഗ്രോസറി ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അൺസ്വീറ്റൻഡ് ബട്ടർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു 140 ഗ്രാം ബട്ടർ. അതിപ്പോൾ ഞാൻ അവനിലൊരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ആദ്യം നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ബട്ടർ നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൊക്കോ പൗഡർ ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് സാധാരണ ഒരു ചെറിയ ബ്രൗണി ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റ്സാണ് പറയുന്നത്. നിങ്ങൾക്കിതനുസരിച്ചിട്ട് ഇത് കൂട്ടി എടുത്ത് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്, ഇത് മെൽറ്റ് ചെയ്തിരിക്കുന്ന ഈ ബട്ടറിലേക്ക്. ഇപ്പോൾ കൊക്കോ പൗഡറും ഈ ബട്ടറും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1.25 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ 1.25 കപ്പ് ചേർക്കാം. നല്ല മധുരമായിരിക്കും. ഇനി നമ്മൾ കുറച്ച് വലിയവർക്ക്, മുതിർന്നവർക്കൊക്കെയാണ് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ, കാരണം ഇത് നല്ല സ്വീറ്റായിട്ട്, ഭയങ്കര സ്വീറ്റാണ് ഇതിന് ഈ 1.25 കപ്പ് ചേർക്കുന്നത് കൊണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഷുഗർ പൊടിച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ ഈ ബീറ്റർ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടിത് മിക്സായിട്ട് വരും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് മുട്ട ചേർക്കുകയാണ്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷെല്ലൊന്നും വീഴാതെ ഒക്കെ ശ്രദ്ധിച്ച് വേണം മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. ബേക്കിംഗ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പല ഉപകരണങ്ങൾ നമുക്ക് കിട്ടും. ഇതുപോലത്തെ എന്താ പറയുക, ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പല തരം ടൂൾസ് നമുക്ക് അവൈലബിളാണ്. പലതരം കണ്ടെയ്നേഴ്സ് അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ സാധാരണ നേരിട്ട് തന്നെ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം കുറച്ച് സമയമെടുത്ത് നല്ലോണം ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ബീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കാരണം ബ്രൗണി ആകുമ്പോൾ നമ്മൾ കേക്കിൻ്റെ അത്ര പതഞ്ഞ് പൊങ്ങി വരണം അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ബ്രൗണി ആകുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ചൊരു അതിൻ്റെ കൺസിസ്റ്റൻസി വേറൊരു ടൈപ്പിലായിരിക്കും. അപ്പോൾ ഹാൻഡ് ബീറ്റർ, ഞാൻ കൈകൊണ്ട് തന്നെയാണിത് ചെയ്തെടുക്കുന്നത്.
ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദയും 1/2 കപ്പും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൈദയും കൊക്കോ പൗഡറും ഒരേ അളവാണ്, അത് ഓർക്കുക. 1/2 കപ്പ് വീതം. 1/2 കപ്പ് കൊക്കോ പൗഡർ നമ്മൾ ചേർത്തിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മൈദ ചേർക്കുന്നതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ അൺസ്വീറ്റൻഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്വീറ്റ്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയുടെയൊക്കെ മധുരം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അത് കൂടാതെ നമുക്ക് പലതരം ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് വാനിലയുടെ കുറച്ച് ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് വാനിലയുടെ 1-2 ടീസ്പൂൺ 1 ടീസ്പൂൺ വാനില ചേർക്കാൻ പറ്റും. അതുപോലെ കോഫി താല്പര്യമാണെങ്കിൽ, കോഫിയുടെ ടേസ്റ്റ് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ആയതുകൊണ്ട് കൊക്കോ പൗഡർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അവനിൽ കൺവെക്ഷൻ ബേക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ 180 ഡിഗ്രി ആണ് നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആണ് ബേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബ്രൗണി ബേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്കത് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സർ, അതായത് ബേക്കിംഗ് മിക്സർ നിറച്ച കണ്ടെയ്നേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇതിന് കുറച്ച് സംശയമുള്ളവർക്കൊക്കെയാണ് ഞാനിത് ഇത്രയും വിശദമായിട്ടൊന്ന് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് അറിയാമല്ലോ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ബ്രൗണിയുടെ ബേക്കിംഗ് ടൈം സാധാരണ ഒരു ബേസിക് ബ്രൗണിയിൽ. അപ്പം ഇതിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സിലിക്കൺ മോൾഡ്സാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ബേക്കിംഗ് പാൻസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പാൻസ് ആണെങ്കിൽ നമുക്ക് പെർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അത് വാങ്ങാൻ കിട്ടും കടകളിൽ. അത് വാങ്ങി ലെയർ ചെയ്ത് കൊടുത്താൽ അതിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ കടകളിൽ നിന്ന് കേക്ക് വാങ്ങിക്കുമ്പോൾ ചില പേപ്പർ അടിയിൽ കാണാമല്ലോ, അതാണ് നമ്മൾ ഈ പെർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ മോൾഡുകളിലാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അതിൽ അല്പം ബട്ടർ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊഴിക്കുമ്പോൾ മിക്സർ ഒഴിക്കുമ്പോൾ നിറച്ചൊഴിക്കരുത് ഒരിക്കലും. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 ഇതിൽ കൂടുതൽ ഒഴിക്കരുത്. കാരണം ഇത് കുറച്ച് റേസ് ചെയ്ത് വരും. കേക്കിൻ്റെ അത്ര റേസ് ചെയ്തില്ലെങ്കിലും കുറച്ചിത് റേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പം പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് കാണാനൊരു ഭംഗിക്കും ഒരു ടേസ്റ്റ്, ചോക്ലേറ്റ് ചിപ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ രുചി കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രൗണി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അവനിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിലേക്ക് ഞാനിത് മാറ്റി. ഇനിയിപ്പോൾ 20 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പം 20 മിനിറ്റ്സിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൺസിസ്റ്റൻസി കുറച്ച് വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, കുറച്ച് ലൂസായോ അല്ല അധികം കട്ടിയായോ പോവുകയാണെങ്കിൽ ഒരു 15 to 16 മിനിറ്റ്സ് ആകുമ്പോൾ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഇതിൻ്റെ നടുവിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് റെഡി ആവാറായോ, ബേക്ക് കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ ഇനി സമയം വേണമെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏതായാലും ഇത് ഞാനിപ്പോൾ 20 മിനിറ്റ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ്സ് എടുത്തു, ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ എന്താ പറയുക ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ഇത് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ടിൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പെർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പറോട് കൂടി തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ സോഫ്റ്റ്നെസ് എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാം. നല്ല ചൂടോട് കൂടി തന്നെ ഇരിക്കും, തണുത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എടുത്ത് കാണിക്കുകയാണ്.
നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫിയാണ്, നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ബ്രൗണി അങ്ങനെ നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചിൻ ഡയറിന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി, എൻ്റെ ചാനൽ വരും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ റെഡ് കളറിലെ ചെറിയ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബാൻഡ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.